ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മലയാളം അനിമി സ്റ്റോറീസ്. അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു പുതിയ ആനിമയാണ്, ദി ഫ്രാഗ്രന്റ് ഫ്ലവർ ബ്ലൂംസ് വിത്ത് ഡിഗ്നിറ്റി. ഇതൊരു ലവ് അനിമിയാണ്. എനിക്ക് ഈ ആനിമി കണ്ടപ്പോ തൊട്ട് തന്നെ നല്ല ഇഷ്ടമായി. വളരെ രസകരമായ ഒരു ലവ് സ്റ്റോറി ആനിമയാണ് ഇത്. അപ്പൊ നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോവാം. അങ്ങനെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ വലിയൊരു സ്കൂളാണ് കാണിക്കുന്നത്. ആ സ്കൂളിൽ പഠിക്കണ്ടാവുക പെൺകുട്ടികൾ മാത്രമായിരിക്കും. അതും അല്ലാണ്ട് നല്ല പ്രസ്റ്റീജിയസ് ആയ വീട്ടിലുള്ള പെൺകുട്ടികളായിരിക്കും അവിടെ പഠിക്കണ്ടാവുക. അവിടെ പഠിക്കുന്ന പെൺകുട്ടികള് അവരുടെ സ്റ്റാറ്റസിൽ താഴെയുള്ള ആൺകുട്ടികളെ നോക്ക്, മിണ്ട്, സംസാരിക്കുക അങ്ങനെയൊന്നും ചെയ്യില്ല. അങ്ങനെ ആ സ്കൂളിന്റെ ഓപ്പോസിറ്റില് നമ്മുടെ ഹീറോ ആയ റിൻഡോറോ പഠിക്കുന്നത്. ആ സ്കൂൾ ഒരു പബ്ലിക് സ്കൂളാണ്. അപ്പൊ ആ ഓപ്പോസിറ്റിലുള്ള ഗേൾസ് സ്കൂളിലുള്ളവര് ആ കർട്ടൻ ഒന്നും ഓപ്പൺ ചെയ്യില്ല. അപ്പൊ നമ്മുടെ ഹീറോ അവിടെ ഇരുന്നിട്ട് ഈ കർട്ടൻസിന്റെ അപ്പുറത്ത് എന്റെ ഡ്രീംസിൽ പോലും കാണാൻ പറ്റില്ല അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ സീൻ അവിടെ കട്ടായി അടുത്ത സീൻ കാണിക്കുന്നത് നമ്മുടെ റിൻഡാറോന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് വേറെ സ്കൂളിലത്തെ ചെറുക്കന്മാര് വന്ന് ചൊറിഞ്ഞോണ്ടിരിപ്പുണ്ടാവും. അപ്പൊ അതില് റിൻഡാറോന്റെ ഫ്രണ്ട് ചോദിക്കാണ്, നിങ്ങൾ ചോദിക്കുന്നത് ആ ചെമ്പിച്ച തലമുടിയുള്ള റിൻഡാറോനെ ആണോ എന്ന് ചോദിക്കുവാണ്. അപ്പൊ ആ ചെറുക്കന്മാര് പറയും, ഞങ്ങൾ അവനെ കാണാനൊന്നും വന്നതൊന്നും അല്ല. അപ്പൊ ആ ചെറുക്കന്മാര് പറയും, ഞങ്ങൾക്ക് ആ റിൻഡാറോനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ചൊറിഞ്ഞോണ്ട് വരുന്നുണ്ട്, അതുകൊണ്ട് അവനെ ഇടിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല, പക്ഷെ ഞങ്ങൾ ഇപ്പൊ നിന്നെ ഇടിക്കാൻ പോവാന്ന് പറഞ്ഞു വരുമ്പത്തേനും റിൻഡാരോ നടന്ന് അവന്റെ അടുത്ത് വന്നോണ്ടിരിക്കുന്നുണ്ടായിരിക്കും. എന്നിട്ട് റിൻഡാരോ വന്നിട്ട് നിങ്ങൾ എന്നെ കുറിച്ചാണ് അന്വേഷിക്കണെന്ന് ചോദിക്കും. അപ്പൊ ഈ റിൻഡാരോനെ കണ്ട ഉടനെ ഈ ചെറുക്കന്മാര് പേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോവാണ്. എന്നിട്ട് റിൻഡാറോ അവന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് ചോദിക്കും, നിങ്ങൾ എന്തിനാ ചെറിയ ചെക്കന്മാരുടെ അടുത്ത് പോയിട്ട് പ്രശ്നം ഉണ്ടാക്കണമെന്ന് ചോദിക്കുവാണ്. എന്നിട്ട് റിൻഡാറോന്റെ ഫ്രണ്ട് ദേഷ്യപ്പെട്ടിട്ട്, നീ ആദ്യം പോയിട്ട് നിന്റെ കണ്ണ് പൊട്ടിയൊന്നും പോയി ചെക്ക് ചെയ്യടാ, അവരാണ് ഞങ്ങളുടെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കാൻ വന്നത്, അവരാണെങ്കിൽ നിന്നെ കണ്ടപ്പോ പേടിച്ചോടുകയും ചെയ്തു. എന്നിട്ട് വേറൊരു ഫ്രണ്ട്, ഉസാമി നീ വിട്, സാരമില്ല എന്ന് പറയുവാണ്. നമുക്ക് സ്കൂളിൽ പോവാൻ ലേറ്റ് ആവുന്നു, വാ പോവാന്ന് പറയുവാണ്. എന്നിട്ട് അവരെങ്ങനെ നടന്നു പോവുകയാണ്. അപ്പൊ റിൻഡാറോ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരുവാണ്, ഇന്നലെ രാത്രി എന്റെ വീടിന്റെ അടുത്ത് ഒരു പെണ്ണും ഒരു ചെറുക്കനും ബ്രേക്കപ്പ് ചെയ്തു. എന്നിട്ട് ആ പെണ്ണ് ആ ചെറുക്കന്റെ മുഖത്ത് നോക്കി തപ്പയെന്ന് പറഞ്ഞിട്ട് ഒരു അടിയും കൊടുത്തിട്ട് അവിടെ നിന്ന് പോയി. അപ്പൊ ആ ചെറുക്കനെ കണ്ട് എനിക്ക് പാവം തോന്നിയിട്ട് ഞാൻ ആ ചെറുക്കന്റെ അടുത്ത് പോയിട്ട് നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പോഴത്തേനും ആ ചെറുക്കനാണെങ്കിൽ എന്നെ കണ്ടിട്ട് പേടിച്ച് അവന്റെ കാറ്റ് പോയതുപോലെയായി. എനിക്ക് അത് കണ്ടപ്പോ വളരെ സങ്കടമായിട്ട് തോന്നി എന്ന് പറയുവാണ്. അപ്പൊ റിൻഡാരോന്റെ ഫ്രണ്ട്, പിന്നെ നിന്നെ പോലെ ഇത്രയും വലിയ കാട്ടുമാക്കാനെ കണ്ടു കഴിഞ്ഞാൽ ആരാണെങ്കിലും പേടിച്ചു പോകും എന്ന് പറഞ്ഞ് റിൻഡാരോനെ കളിയാക്കിക്കൊണ്ട് വരികയാണ്. അങ്ങനെ അവര് നടന്നു പൊക്കോണ്ടിരിക്കുമ്പോ അവര് ഓപ്പോസിറ്റിൽ കൂടെ കിക്കിയോയില് പഠിക്കുന്ന രണ്ട് പെൺപിള്ളേര് നടന്നു പോകും. അപ്പൊ അവരുടെ കർച്ചീഫ് താഴെ വീണു പോയിട്ടുണ്ടാവും. അപ്പൊ ഉസാമി അത് എടുത്തിട്ട് ഇതാ നിങ്ങളുടെ കർച്ചീഫ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ വേണ്ടിട്ട് പോകും. അപ്പൊ ആ രണ്ട് പെൺപിള്ളേര് ഒരുമാതിരി ആക്ടിറ്റ്യൂഡ് കാണിച്ചിട്ട്, നിങ്ങൾ അത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇട്ടോ, ഞങ്ങൾ അതിനി യൂസ് ചെയ്യില്ല എന്ന് പറയുവാണ്. അപ്പൊ റിൻഡാരോന്റെ ഫ്രണ്ട്, ഇവരെ നമ്മളെ കുറിച്ച് വളരെ ബാഡ് ആയിട്ട് തന്നെയാണ് ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ ഉസാമി വെറുതെ ഇരിക്കാണ്ട് എന്റെ ഭംഗി കണ്ട് അവരെ അമ്പരന്ന് കാണും. അപ്പൊ റിൻഡാരോ ഇങ്ങനെ മനസ്സിൽ, എന്തായാലും ഇതൊരു പ്രശ്നമല്ല, ആ രാജകുമാരികൾക്ക് എന്തായാലും നമ്മളെയൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അവരെങ്ങനെ ക്ലാസ്സിലേക്ക് പോവാണ്. അങ്ങനെ അവര് പഠിക്കുന്ന സ്കൂളിന്റെ അടുത്തുള്ള സ്കൂളാണ് കിക്കിയോ പ്രൈവറ്റ് അക്കാദമി. അതൊരു ഗേൾസ് സ്കൂളാണ്. കിക്കിയോ സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികള് അവര് ശരിക്കും റിയൽ ആയിട്ടുള്ള പെൺകുട്ടികളെ പോലെ ആവില്ല അവര് നടക്കുന്നുണ്ടാവുക. ഇവര് പഠിക്കുന്ന സ്കൂളാണെങ്കിൽ ഒരു ബോയ്സ് സ്കൂളും, അതിൽ ബോയ്സ് ഒക്കെ ആണെങ്കിൽ കോരങ്ങന്മാരെ കഴിഞ്ഞ് മോശമായിട്ടായിരിക്കും അവര് നടക്കുന്നുണ്ടാവുക. അതും അല്ലാണ്ട് ആ കിക്കിയോ സ്കൂളിലത്തെ ഗേൾസ് അവരുടെ സ്കൂളിലുള്ള കർട്ടൻസ് ഒരിക്കലും തുറക്കില്ല. കാരണം ഇപ്പുറത്തുള്ള പബ്ലിക് സ്കൂളിൽ പഠിക്കുന്ന ചെറുക്കന്മാരെ കാണാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. എന്നിട്ട് ഉസാമി റിൻഡാരോന്റെ അടുത്ത്, നമുക്ക് സ്കൂൾ കഴിഞ്ഞിട്ട് കരോക്കയ്ക്ക് പോയാലോ, നമുക്ക് അവിടെ പോയി പാടി പൊളിക്കാം. അപ്പൊ റിൻഡാരോ, സോറി എനിക്ക് വരാൻ പറ്റില്ല. അപ്പൊ ഉസാമി അത് കേട്ടിട്ട് കാറുവാണ്, എടാ നിനക്ക് ഗേൾ ഫ്രണ്ട് ആയിന്ന് നീ എന്നോട് പറയല്ലേ. അപ്പൊ റിൻഡാരോ, അങ്ങനെയൊന്നും ഇല്ലടാ പ്രാന്താന്ന് പറയാണ്. അപ്പൊ അവിടെ ക്ലാസ് മാഷ് എത്തും. അങ്ങനെ അവിടെ ക്ലാസ് തുടങ്ങാണ്. അങ്ങനെ അവന്റെ ക്ലാസ് കഴിഞ്ഞിട്ട് മഴ പെയ്യായിരിക്കും. അവൻ അതൊന്നും നോക്കാണ്ട് വേഗം ഓടിപ്പോവാണ്. അത് ശരിക്കും അവന്റെ അമ്മയുടെ ബേക്കറി ആയിരിക്കും. അപ്പൊ റിൻഡാരോയുടെ അമ്മ, സമയം 6 മണി കഴിഞ്ഞല്ലോ, നീ എന്താ എത്ര ലേറ്റ് ആയെന്ന് ചോദിക്കുകയാണ്. അപ്പൊ അതൊരു കേക്ക് ബേക്കറിയാണ്. അവന്റെ അമ്മയ്ക്ക് ജോലി തിരക്ക് കാരണമായിരിക്കും അവന്റെ അടുത്ത് വരാൻ പറഞ്ഞിട്ടുണ്ടാവുക. എന്നിട്ട് അവന്റെ അമ്മ അവന്റെ അടുത്ത് കടയിലുള്ള കസ്റ്റമറിനെ നോക്കാൻ വേണ്ടിയിട്ട് പറയാണ്. അങ്ങനെ അവൻ അവിടെ ഷോപ്പിന്റെ ഉള്ളിൽ വന്നിട്ട് കേക്കുകളൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്തോണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴാണ് അവൻ അവിടെ ഒരു കൊട ശ്രദ്ധിക്കുന്നത്. അപ്പോഴാണ് റിൻഡാരോയ്ക്ക് അവിടെയുള്ള കസ്റ്റമറിനെ നോക്കാൻ പറഞ്ഞു വിട്ടത് ഓർമ്മ വരുന്നത്. എന്നിട്ട് അവൻ ആരാണ് ആ കസ്റ്റമർ എന്ന് പറഞ്ഞിട്ട് നോക്കാൻ പോകുമ്പോഴത്തേനും അവിടെ ഒരു പെങ്കൊച്ച് ഉള്ള കേക്ക് മൊത്തം അവിടെ ഇരുന്ന് കഴിച്ചോണ്ടിരിക്കുകയായിരിക്കും ഒറ്റയ്ക്ക്. അപ്പൊ റിൻഡാരോ ഇത് കണ്ടിട്ട് അതിശയിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. പെട്ടെന്ന് ആ പെൺകുട്ടി അവനെ നോക്കുമ്പോഴത്തേനും അവക്ക് വിക്കല് വരുവാണ്. അപ്പൊ വേഗം അവൻ പോയിട്ട് വെള്ളം കൊണ്ടുവന്ന് കൊടുക്കും. എന്നിട്ട് റിൻഡാരോ അവിടെ ഇരിക്കുന്ന ആ ടേബിളിലേക്ക് നോക്കുകയാണ്. നോക്കിയിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്, എങ്ങനെയാണ് ഒരാള് ഇത്രയും കേക്ക് തിന്നാൻ പറ്റുണ്ടാവുക. എന്നിട്ട് ആ പെൺകുട്ടി മുഖമൊക്കെ ചോപ്പിച്ച് അവിടെ നിന്ന് എഴുന്നേറ്റ്, ആക്ച്വലി ഞാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വേഗം തന്നെ ഓടിപ്പോവാണ്. അപ്പൊ അവൻ സെൻഡിങ് മെസ്സേജ് ഇങ്ങനെ പറയുമ്പോഴത്തേനും
അവൾ അവിടെ നിന്ന് വേഗം ഓടിപ്പോവാണ്. അപ്പൊ റിൻടാരോ ഞാൻ കാണിച്ചത് മോശമായി പോയി, ഇങ്ങനെ നോക്കേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ മനസ്സിലാലോചിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഹീറോയിൻ ഇൻട്രൊഡക്ഷൻ. ഇവളുടെ പേരാണ് വഗൂരി. അപ്പൊ അവന്റെ അമ്മ അവിടെ അടുത്ത് നിന്നിട്ട് അത് വഗൂരിയാണ്. അപ്പൊ റിൻറ്റോറോ വഗൂരിയോ? അപ്പൊ റിൻറ്റോരോയുടെ അമ്മ അവള് ഒരു മാസത്തില് കുറച്ച് ദിവസങ്ങളിൽ ഇവിടെ വരാറുണ്ട്, അങ്ങനെ ഞാൻ അവളോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ റിൻറ്റോറോ അയ്യോ ഞാൻ അവളെ പേടിപ്പിച്ച് ഓടിച്ചു വിട്ടല്ലോ, അവള് തിരിച്ച് നമ്മുടെ കടയിൽ വന്നില്ലെങ്കിൽ എന്നോട് മാപ്പാക്കണേന്ന് പറയുവാണ്. അപ്പൊ അവന്റെ അമ്മ അവിടെ നിന്നിട്ട് നീ അതൊന്നും കരുതി വിഷമിക്കണ്ട, അഥവാ അവള് വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവൾക്ക് ഫ്രീ സാമ്പിൾസ് കൊടുത്തിട്ട് ഞാൻ അവളെ എന്റെ കടയിലേക്ക് വരുത്തിപ്പിക്കും എന്നിങ്ങനെ പറയുവാണ്. അങ്ങനെ അടുത്ത ദിവസമായി റിൻഡോറോ സ്കൂളിൽ ഇരിക്കുവാണ്. അപ്പോഴും അവൻ വഗുരിനെ കുറിച്ച് ഇങ്ങനെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെയ്തത് മോശമായി പോയി, അടുത്ത പ്രാവശ്യം അവളെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഞാൻ സോറി ചോദിക്കണം. അപ്പൊ അവന്റെ ഫ്രണ്ട് ഉസാമി വന്നിട്ട് നിനക്ക് എന്താ പറ്റിയത്, നീ എന്തെങ്ങനെ ഇരുന്ന് ആലോചിക്കണമെന്ന് ചോദിക്കുവാണ്. അപ്പൊ റിൻഡാരോ എഴുന്നേറ്റിട്ട് അതൊന്നുമില്ല, ഞാൻ പോയിട്ട് എന്റെ ലഞ്ച് വാങ്ങിയിട്ട് വരാം, നിങ്ങൾ എന്നെ കൂട്ടാണ്ട് പോയില്ലേ എന്ന് പറഞ്ഞിട്ട് പോവാണ്. അപ്പൊ അവന്റെ ഫ്രണ്ട്സ് അവിടെ നിന്നിട്ട് ഇവനെന്താ നമ്മുടെ അടുത്ത് ഒരു കാര്യം ഇങ്ങനെ പറയാത്ത എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുവാണ്. അങ്ങനെ ആ സീൻ അവിടെ കട്ടായി. അടുത്ത സീന് നമ്മുടെ റിൻഡാരോ വീട്ടിലിരുന്ന് ബുക്ക് വായിച്ചോണ്ടിരിക്കുവായിരിക്കും. അപ്പൊ അവന്റെ അമ്മ ഇങ്ങനെ ഓടി വരുവാണ്, ശ്വാസം അടക്കി പിടിച്ചിട്ട് കഥവ് തുറന്നിട്ട് റിൻഡാരോ വഗൂരി വന്നിട്ടുണ്ട്, അവൾക്ക് നിന്നെ കാണണമെന്ന് പറയുന്നു. എന്നിട്ട് റിൻഡാരോ അവിടെ പോയിട്ട് വഗുരിനെ നോക്കുവാണ്. ഇവനാണെങ്കിൽ ഒരു അന്തം ഇല്ലാണ്ടായിരിക്കും ഇവള് നോക്കിക്കൊണ്ടിരിക്കണ്ടാവുക. അപ്പൊ അവൻ ഇങ്ങനെ തിക്കിമുക്കി ഹലോ ഇന്നലെ നടന്നേനെന്ന് പറയുമ്പോഴത്തേനും വഗൂരി അവിടെ ടെൻഷൻ അടിച്ച് അവന്റെ അടുത്ത് പറയുവാണ് നോക്ക് ഞാൻ നിനക്ക് ട്രീറ്റ് തരട്ടെ എന്ന് ചോദിക്കുവാണ്. അപ്പൊ റിൻഡാരോ ആകെ അന്തം വിട്ട പോലെ ഇങ്ങനെ നിൽക്കുവാണ്. എന്നിട്ട് അവന്റെ കടയിൽ നിന്ന് തന്നെ അവനൊരു കേക്ക് വാങ്ങിച്ചു കൊടുക്കുവാണ് വഗൂരി. എന്നിട്ട് റിൻഡാരോ ആ കേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഇതെങ്ങനെ ഞാൻ കഴിക്കാനാ എന്ന് പറഞ്ഞ് വഗൂരിന്റെ അടുത്ത് ആ കേക്ക് കഴിച്ചോളാൻ വേണ്ടി പറയുവാണ്. അപ്പൊ വഗൂരി ഇരുന്നിട്ട് ഇന്നലെ നടന്ന സംഭവത്തിന് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുവാണ്, ഈ കേക്ക് കഴിച്ചിട്ട് എന്റെ സോറി നീ സ്വീകരിക്കൂ എന്ന് പറയുവാണ് വഗൂരി. അപ്പൊ റിൻഡാരോ ഞാൻ നിന്റെ സോറി സ്വീകരിച്ചു എന്ന് പറയുവാണ്. അപ്പൊ അവൻ നോക്കുമ്പോ വഗൂരി കേക്ക് നോക്കി വെള്ളമിറക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. എന്നിട്ട് റിൻഡാരോ ആ കേക്ക് വഗൂരിക്ക് കൊടുക്കുവാണ്, നീ കഴിച്ചോന്ന് പറഞ്ഞിട്ട്. അപ്പൊ വഗൂരി ഇരുന്നിട്ട് ഇല്ലല്ല വേണ്ട നീ കഴിച്ചോന്ന് പറയുവാണ്. എന്നിട്ട് റിൻഡാരോ അത് കുഴപ്പമില്ല നീ കഴിച്ചോ, ഇത് സ്പെഷ്യൽ കേക്കാണ്, ഇത് നല്ല ടേസ്റ്റ് ആണെന്ന് പറയുവാണ്. എന്നിട്ട് അവൾ അത് കാണുമ്പോ അവിടെ കൺട്രോൾ പോയിട്ട് ആ കേക്ക് എടുത്ത് അവൾ കഴിക്കുവാണ് താങ്ക്സ് പറഞ്ഞിട്ട്. എന്നിട്ട് വഗൂരി പിന്നെയും പറയുവാണ് എന്നോട് ക്ഷമിക്കണം, ഇന്നലെ നടന്ന കാര്യത്തിന് ഞാൻ കഴിക്കുന്ന പോലെയൊന്നും ആരും ഇതുവരെ ഇവിടെ വന്ന് ഇങ്ങനെ കഴിച്ചിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും നിങ്ങൾ എന്നെ അങ്ങനെ നോക്കിയിട്ടുണ്ടാവുക. അപ്പൊ റിൻഡാരോ അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയുവാണ്. അപ്പൊ വഗൂരി ഇരുന്നിട്ട് നിങ്ങളുടെ പേര് പറയാമോ, എന്റെ പേര് കറൂക്കോ വഗൂരി. അപ്പൊ റിൻഡാരോ എന്റെ പേര് റിൻഡാരോ തുസ്മുഗി. അപ്പൊ റിൻഡാരോ ഇരുന്നിട്ട് ഇവളെ പോലുള്ള പെങ്കൊച്ചെന്തിനാ എന്റെ കാര്യം ഇങ്ങനെ അന്വേഷിക്കുന്നതെന്ന് അവൻ ഇങ്ങനെ ആകാംക്ഷയോടെ മനസ്സിൽ കരുതുവാണ്. പെട്ടെന്ന് വഗൂരി അവിടെ ഇരുന്നിട്ട് അവസാനം ഞാൻ കണ്ടെത്തി. അപ്പൊ റിൻഡാരോ അവസാനോ? അത് കേൾക്കുമ്പോഴത്തേനും വഗൂരി അവിടെ ഇരുന്ന് ആകെ മെരളുവാണ്. അയ്യോ അങ്ങനെയൊന്നുമില്ല, ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടില്ല, ഞാൻ നിങ്ങളെ നേരത്തെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം. അപ്പൊ റിൻഡാരോ ഇങ്ങനെ മനസ്സിൽ കരുതാണ് അപ്പൊ ഇതല്ല അവളുടെ ഫസ്റ്റ് മീറ്റിംഗ്, എന്നെ ഇതിനു മുമ്പ് എവിടെ അവള് കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് റിൻഡാരോ അവിടെ കിടന്ന് കാറുവാണ്. അപ്പൊ നീ എന്നെ കണ്ട് ഓടിയത് എന്നെ കണ്ട് പേടിച്ചല്ലോ എന്നിങ്ങനെ ചോദിക്കുവാണ്. അപ്പൊ വഗൂരി അങ്ങനെയൊന്നുമില്ല, ഞാൻ ഇതിന്റെ മുമ്പേ നിങ്ങളെ കണ്ടിട്ടുണ്ട്, പക്ഷെ അപ്പൊ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് റിൻഡാരോ ചോദിക്കുകയാണ്. അപ്പൊ വഗൂരിക്ക് അവനോടൊന്നും പറയാൻ കിട്ടുന്നില്ല. അപ്പൊ റിൻഡാരോ ഇങ്ങനെ മനസ്സിലിരുന്ന് ആലോചിക്കുകയാണ്, എല്ലാ പെൺപിള്ളേരും എന്നെ കാണുമ്പോ പേടിച്ച് ഓടിപ്പോവാറാണ് പതിവ്, പക്ഷെ ഇവളെന്താ എന്നെ കണ്ട് പേടിച്ച് ഓടിപ്പോവാത്തത് എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ച് വഗൂരിനെ നോക്കുമ്പോഴത്തേനും വഗൂരി റിൻഡാരോനെ നോക്കുമായിരിക്കും. അപ്പത്തേനും നമ്മുടെ റിൻഡാരോന്റെ ഫേസിൽ ബ്ലഷ് അടിക്കുവാണ്. എന്നിട്ട് റിൻഡാരോ എഴുന്നേറ്റിട്ട് ഇപ്പൊ തന്നെ നേരെ ഇരുട്ടി, നമുക്ക് വേഗം തന്നെ നിന്റെ സ്റ്റേഷനിലേക്ക് പോവാന്ന് പറയുവാണ്. അപ്പൊ വഗൂരി എഴുന്നേറ്റിട്ട് ശരിയാണ്, ഞാൻ കുറച്ച് കേക്കും കൂടി വാങ്ങിച്ചിട്ട് നമുക്ക് പോവാന്ന് പറയാണ്. എന്നിട്ട് അവള് കേക്കൊക്കെ വാങ്ങിച്ചിട്ട് പോവാൻ വേണ്ടി നിൽക്കുവാണ്. അപ്പൊ റിൻഡാരോ നീ ഒറ്റയ്ക്ക് പോയിക്കോളുവോ, സേഫ് ആണോ, ഞാൻ കൂടെ വരട്ടെ എന്ന് ചോദിക്കുവാണ്. അപ്പൊ വഗൂരി ഇല്ല കുഴപ്പമില്ല, ഇവിടെ സ്റ്റേഷൻ അടുത്താണ്, ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ 2 സ്റ്റെപ്പ് മുമ്പിലോട്ട് നടക്കും. എന്നിട്ട് തിരിഞ്ഞ് റിൻഡാരോന്റെ അടുത്ത് പറയുവാണ്, നീ നേരത്തെ ചോദിച്ചില്ലേ നിന്നെ കണ്ട് പേടിച്ചാണോ ഓടിപ്പോയെന്ന്, ഞാൻ നിന്നെ കണ്ട് പേടിച്ചല്ല ഓടിപ്പോയത്, നിന്നെ ഞാൻ കണ്ടിട്ട് ഒരിക്കലും പേടിച്ചിട്ടില്ല, എന്നെ വിശ്വസിക്ക്, കേക്കിന് താങ്ക് യു എന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എപ്പിസോഡിന്റെ തുടക്കത്തിൽ വന്ന 2 ചെറുക്കന്മാര് വഗൂരി പോകുന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽപ്പുണ്ടായിരിക്കും. എന്നിട്ട് റിൻഡാരോ ഒന്നും മിണ്ടാണ്ട് അവന്റെ റൂമിന്റെ ഉള്ളിൽ പോയിട്ട് ഇരിക്കുകയാണ്. എന്നിട്ട് അവനിങ്ങനെ ആലോചിക്കുകയാണ്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, കാരണം അവൻ ചെറുപ്പം മുതല് അവന്റെ ബോഡി വലുതായതുകൊണ്ട് അവൻ വളരെ അധികമായി ബോഡി ഷേമിങ്ങിന് ഉൾപ്പെട്ടിട്ടുള്ള ഒരാളായിരിക്കും. അവന്റെ അമ്മ കേക്ക് ഷോപ്പ് ഒക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് അവന്റെ ഫ്രണ്ട്സ് ഒക്കെ ചെറുപ്പം മുതലേ കളിയാക്കിക്കൊണ്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. പെട്ടെന്ന് ഒരു പെങ്കൊച്ചു വന്നിട്ട് നിന്നെ കണ്ട പേടിയൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് നന്നായി അവനോട് സംസാരിക്കുന്ന കാണുമ്പോ അവന് ആകെ കൂടെ അതിശയാവുകയാണ്. അവന് സന്തോഷിക്കണോ അതോ കരയണോ എന്ന് പോലും അറിയാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്നാണ് അവന്റെ അമ്മ കതവ് തുറന്നിട്ട് റിൻഡാരോ വഗൂരിക്ക് എന്തോ ട്രബിൾ ഉണ്ട്, നീ വേഗം പോയി നോക്കെന്ന് പറയുവാണ്. അവിടെ കണ്ട 2 ചെറുക്കന്മാര് വഗൂരിന്റെ അടുത്ത് പോയിട്ട്
മിസ്ബിഹേവ് ചെയ്തോണ്ടിരിക്കായിരിക്കും. റിൻഡാരോ ഓടിക്കൊണ്ട് നോക്കുകയാണ് വഗൂരി എവിടെയാന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അവിടെ നിന്ന് അവൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് വഗൂരിനെ. പെട്ടെന്നാണ് അവിടെ ഒരു സൗണ്ട് കേൾക്കുന്നത്. നിന്നെ കുറച്ചു നേരം മുമ്പ് ഞാൻ റിൻഡാരോന്റെ ഒപ്പം കണ്ടല്ലോ, നീ അവന്റെ ഗേൾഫ്രണ്ട് എന്തേലും ആണോ എന്ന് ചോദിക്കുവാണ്. അപ്പൊ വഗൂരി ഇല്ല. അപ്പൊ അവന്മാരവിടെ നിന്നിട്ട് അതിൽ അതിശയിക്കാനൊന്നുമില്ല, അവനെ പോലെ ഉള്ള ആരെയും ബോയ് ഫ്രണ്ട് ആക്കുവോ? അപ്പൊ റിൻഡാരോ അവരെ കാണുന്നുണ്ട്. ഇവന്മാരെ ഞാൻ ഇന്നലെ കണ്ടതാണല്ലോ, ഇവന്മാരെന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ഇങ്ങനെ ആലോചിക്കാണ്. എന്നിട്ട് അവന്മാരെ അവിടെ നിന്നിട്ട് റിൻഡാരോന്റെ കുറ്റങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വഗൂരി അവിടെ നിന്നിട്ട് അതുകൊണ്ട് എന്താ, അവനെ കാണാൻ എന്തിനാ പേടിക്കുന്നേ? നിങ്ങൾ എങ്ങനെ ആൾക്കാരെ ജഡ്ജ് ചെയ്യുന്നേ? അവരുടെ ഗോസിപ്പ് കേട്ടിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും റിൻഡാരോന്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടോ? നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ഒന്ന് ശ്രമിക്കുകയെങ്കിലും ചെയ്തിട്ടുണ്ടോ? അവൻ ശരിക്കും എത്ര നല്ല മനുഷ്യനാണെന്ന് നിങ്ങൾക്ക് അറിയോ? അപ്പൊ ആ ചെറുക്കന്മാര് എനിക്ക് അവന്റെ അടുത്തൊന്നും സംസാരിക്കാനൊന്നും ഇഷ്ടമല്ല എന്നിങ്ങനെ പറയുമ്പോഴത്തേനും വഗൂരി, നിങ്ങൾക്ക് സംസാരിക്കാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ശരി, പക്ഷെ അവന്റെ പുറകിൽ നിന്നിട്ട് അവനെ കുറിച്ച് കുറ്റം പറയാതിരുന്നൂടെ നിങ്ങൾക്ക്? അതെങ്കിലും ചെയ്തൂടെ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ്? എന്നിട്ട് അതിൽ ആ ചെറുക്കൻ അവളുടെ കൈ വിട്ടിട്ട്, ഞാൻ അവന്റെ ഒപ്പം നിന്നെ കണ്ടപ്പോ നിന്നെ വാണിംഗ് ചെയ്ത് വിടാന്നാ വിചാരിച്ചത്, പക്ഷെ ഞാൻ എന്റെ മനസ്സ് മാറ്റി എന്ന് പറഞ്ഞിട്ട് അവളെ ഇടിക്കാൻ വേണ്ടിട്ട് വരുവാണ് അവൻ. പെട്ടെന്ന് അവിടെ റിൻഡാരോ വന്നിട്ട് അവളെ കവർ ചെയ്യുവാണ്. ആ ഇടി അവന്റെ ദേഹത്ത് കൊണ്ടു അവന്റെ തലേന്ന് ഇങ്ങനെ ചോര താഴത്തേക്ക് ഉറ്റു വീഴുന്നുണ്ടാവും. എന്നിട്ട് പതുക്കെ അവൻ അവളെ അവിടെ വിട്ടിട്ട്, നിങ്ങൾക്ക് എന്നെയല്ലേ കാണേണ്ടെന്ന് പറഞ്ഞത്, അപ്പൊ വാ എന്ന് പറയുവാണ്. ആ ചെറുക്കന്മാര് പേടിച്ച് കരഞ്ഞ് ഓടി പോവാണ് അവിടുന്ന്. എന്നിട്ട് വഗൂരി നോക്കുമ്പോഴത്തേനും അവന്റെ തലയില് ബ്ലഡ് വരുന്നുണ്ടാവും. എന്നിട്ട് അവള് ഓടിപ്പോയി ഒരു കർച്ചീഫ് വെച്ച് ആ ബ്ലഡ് ഇങ്ങനെ ഒപ്പിയെടുക്കുവാണ്. എന്നോട് ക്ഷമിക്കൂ. അപ്പൊ റിൻഡാരോ, അത് നിന്റെ കുഴപ്പമല്ലല്ലോ വഗൂരി, എനിക്ക് ചെറിയൊരു ഇടിയെ കിട്ടിയുള്ളൂ, പക്ഷെ ഷട്ടറിൽ പോയിട്ട് ഇടിച്ചതാണ് എന്റെ തലേന്ന് ചോര വരാൻ കാരണം. എന്നിട്ട് അവനും അവളുടെ അടുത്ത് സോറി ചോദിക്കുവാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നേന്. അപ്പൊ വഗൂരി, സാരമില്ല, ഇത് നിന്റെ ഫാൾട്ടും അല്ലല്ലോ, എഴുന്നേൽക്കെന്ന് പറയുവാണ്. എന്നിട്ട് റിൻഡാരോ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുവാണ്, ഇത്രയും നല്ല സ്വഭാവമുള്ള ഒരു കുട്ടീനെ എന്റെ കാര്യത്തില് ഹേർട്ട് ആക്കിയതുകൊണ്ട് എനിക്ക് വളരെ സങ്കടം തോന്നുന്നുണ്ട് എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് അവളോട് പിന്നെയും സോറി ചോദിച്ചുകൊണ്ടിരിക്കുവാണ് റിൻഡാരോ. എന്നിട്ട് വഗൂരി പിന്നെ അവന്റെ ചോര ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പൊ റിൻഡാരോയ്ക്ക് ഇങ്ങനെയുള്ള കെയർ ഒന്നും എവിടെ നിന്നും കിട്ടിയിട്ടുണ്ടാവില്ല. എല്ലാവരും ഇവനെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിലായിരിക്കും അവൾ ഇത്രയും കൈൻഡ് ആയിട്ട് അവന്റെ അടുത്ത് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് റിൻഡാരോ വഗൂരിനെ ട്രെയിൻ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് വിടുവാണ്. ഇത് കഴിഞ്ഞിട്ട് നീ സേഫ് ആയിട്ട് തന്നെ പോവുമല്ലോ? അപ്പൊ വഗൂരി, ഇല്ല കുഴപ്പമില്ല, ഞാൻ ഇനി സേഫ് ആയിട്ട് തന്നെ വീട്ടിലോട്ട് പോയിക്കോളാം. എന്നിട്ട് വഗൂരി അവനെ നോക്കിയിട്ട് ഇങ്ങനെ ടാറ്റ കാണിച്ചോണ്ടിരിക്കുവായിരിക്കും. എന്നിട്ട് അവനിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും പെട്ടെന്ന് വഗൂരി റിൻഡാരോ എന്ന് വിളിക്കുവാണ്. എന്നിട്ട് റിൻഡാരോ തിരിഞ്ഞു നോക്കുമ്പോഴത്തേനും നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം ഒരുമിച്ച് കേക്ക് കഴിക്കാന്ന് ഇങ്ങനെ ചിരിച്ചോണ്ട് പറയുവാണ് വഗൂരി. അപ്പൊ റിൻഡാരോയ്ക്ക് വളരെ സന്തോഷാവും. ആ ശരിയെന്ന് പറഞ്ഞിട്ട് അവൻ വീട്ടിലോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയം വഗൂരി ഇങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഞാൻ സേഫ് ആണ്, ഞാൻ വീട്ടിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണെന്ന് പറയാണ്. എന്നിട്ട് അവള് പെട്ടെന്ന് റിൻഡാരോ വഗൂരിന്റെ ഷോൾഡറിൽ ഇങ്ങനെ ടച്ച് ചെയ്തത് അവളിങ്ങനെ ഓർക്കുവാണ്. അങ്ങനെ അടുത്ത ദിവസമാകും റിൻഡാരോ പതിവിൽ നിന്നും നേരത്തെ തന്നെ സ്കൂളിൽ എത്തിയിരിക്കുകയാണ്. കാരണം അവന് രാത്രി ഒന്നും ഉറക്കം വന്നിട്ടുണ്ടാവില്ല നമ്മുടെ വഗൂരിനെ കുറിച്ച് ഓർമ്മിച്ചിട്ട്. എന്നിട്ട് അവനിങ്ങനെ മനസ്സിൽ, ഞാനിനി എപ്പോഴാണോ വഗൂരിനെ കാണാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ കിക്കിയോ സ്കൂളിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴത്തേനും പെട്ടെന്ന് അവിടെ കർട്ടൻ ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. കർട്ടൻ തുറന്നു വരുന്നത് നമ്മുടെ വഗൂരി ആയിരിക്കും. അപ്പൊ റിൻഡാരോനെ കണ്ടിട്ട് ഷോക്ക് ആവുകയാണ് വഗൂരി. റിൻഡാരോ വഗൂരിനെ കണ്ടപാടെ എഴുന്നേറ്റിട്ട് കർട്ടൻ ഒരൊറ്റ മൂടലാണ്. എന്നിട്ട് അവൻ അവിടെ അന്തമില്ലാണ്ട്, എന്ത് വഗൂരിയോ, വഗൂരി എന്താ ഇവിടെ, അവൾ ഈ സ്കൂളിലാണോ പഠിക്കുന്നത് എന്ന് കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അങ്ങനെ തീരുവാണ്. ഓക്കെ ഗൈസ്, അപ്പൊ നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പൊ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.